Hi friends, welcome to Varma's Ruchi World. ഇന്ന് നമ്മളിവിടെ വന്നിരിക്കുന്നത് ഒരു തക്കാളി ചട്നിയുടെ റെസിപ്പി ആയിട്ടാണ്. വളരെ ഈസി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. 5 മിനിറ്റിനുള്ളിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണിത്. നല്ല ടേസ്റ്റിയാണ്, നല്ല ചൊടിയുള്ള ഒരു കിടിലൻ റെസിപ്പിയാണിത്. ചപ്പാത്തിക്കും ചോറിനും അതുപോലെ തന്നെ ദോശയ്ക്കൊക്കെ നല്ലൊരു കോമ്പിനേഷനാണിത്. വെറും 4 ഇൻഗ്രീഡിയൻസ് ആണ് നമ്മളിവിടെ ഉപയോഗിക്കുന്നത്. ഈ ഒരു റെസിപ്പി നിങ്ങൾ എൻജോയ് ചെയ്യുകയാണെങ്കിൽ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഇതോടൊപ്പമുള്ള ബെല്ലൈക്കണും കൂടി നിങ്ങൾ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞങ്ങളുടെ പുതിയ റെസിപ്പികളുടെ നോട്ടിഫിക്കേഷനും നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പം നമുക്ക് കണ്ടിട്ട് വരാം നല്ല പൊളപ്പൻ തക്കാളി ചട്നി. പാൻ ചൂടായിട്ട് വരുമ്പോൾ ആദ്യം തന്നെ നമ്മളൊരു 2 ടീസ്പൂണോളം വെളിച്ചെണ്ണയാണ് ഒഴിക്കുന്നത്. ഞാൻ ഇതിലേക്കൊരു 7 വറ്റൽമുളകാണ് എടുത്തത്. ഇതൊന്ന് മൂപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോൾ എരിവൊക്കെ ഓരോരുത്തരുടെയും ഇഷ്ടത്തിനനുസരിച്ചിട്ടാണ്. ഇപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ എരിവ് വേണമെന്നുണ്ടെങ്കിൽ 1-2 മുളക് കൂടുതൽ ആഡ് ചെയ്യാം. അതല്ല കുറവ് മതി എന്നുണ്ടെങ്കിൽ ഒരു 5-6 ആയിട്ട് എടുക്കാം. ഞാൻ ഇതിലേക്ക് കുറച്ച് ചെറിയ ഉള്ളിയാണ്, ഇതൊരു 11 ഉണ്ട്. നമുക്കിനി ഇതൊക്കെ ഒന്ന് ചതച്ചെടുക്കാം. ഒരു ടീസ്പൂൺ ഉപ്പ്, ഇനി നമുക്കിതിലേക്ക് നമ്മൾ മൂപ്പിച്ച് വെച്ചേക്കണ ഉള്ളിയും കൂടി ചേർക്കാണ്. ഈ തക്കാളിയുടെ തൊലി ഒന്ന് കളഞ്ഞെടുക്കാം. തൊലി കളയാൻ വളരെ എളുപ്പമാണ്. ഇതിപ്പോൾ ഇങ്ങനെ നന്നായിട്ട് പുള്ളി പോകുന്നതിൻ്റെ കാരണം നമ്മളൊന്ന് വലിച്ചു കഴിഞ്ഞാൽ പതുക്കെ ഇങ്ങനെ തൊലി പോരും. നമുക്ക് ഈ തൊലി ഒന്ന് മാറ്റിക്കളയാം. ഇത് നമ്മൾ തൊലിയൊക്കെ കളഞ്ഞെടുത്ത തക്കാളിയാണ്. നമുക്ക് ഈ തക്കാളിയും കൂടി ഒന്ന് ചതച്ചെടുക്കാം. അപ്പം നമ്മൾ തക്കാളി ചതച്ച് കഴിഞ്ഞു. നമുക്ക് തക്കാളി നേരത്തെ നമ്മൾ ചതച്ച് വെച്ചേക്കണ കൂട്ടിക്ക് ചേർക്കാം. ഇത് ഞാൻ ഒരു ചെറിയ നെല്ലിക്ക വലുപ്പത്തിൽ പുളി കുതിർത്തി വെച്ചതാണ്. നമുക്ക് ഇതും കൂടി നമ്മുടെ തക്കാളി ചമ്മന്തിക്ക് ചേർക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് 1 സ്പൂൺ പച്ച വെളിച്ചെണ്ണയും കൂടിയാണ് ഒഴിക്കുന്നത്. അപ്പം നമ്മുടെ തക്കാളി ചട്നി റെഡി ആയി കഴിഞ്ഞു. വളരെ ഈസിയാണ്, 5 മിനിറ്റിനുള്ളിൽ റെഡിയാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണിത്. ആകെ 3-4 ഇൻഗ്രീഡിയൻസ് മാത്രമേ ഉള്ളൂ. നമുക്കിത് ചപ്പാത്തിക്കും ചോറിനും അതുപോലെ തന്നെ ദോശയ്ക്കൊക്കെ നല്ലൊരു കോമ്പിനേഷനാണ്.
എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അതിനുശേഷം നിങ്ങളുടെ ഫീഡ്ബാക്സ് ഒക്കെ അറിയിക്കണം. ഈ ഒരു റെസിപ്പി നിങ്ങൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. ഇതോടൊപ്പമുള്ള ബെല്ലൈക്കൺ കൂടി നിങ്ങൾ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞങ്ങളുടെ പുതിയ റെസിപ്പികളുടെ നോട്ടിഫിക്കേഷനും നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് വീണ്ടും കാണാൻ പറ്റിയൊരു പുതിയ റെസിപ്പി ആയിട്ട്. അതുവരെ ഗുഡ് ബൈ.